ഗൈസ്, എനിക്ക് വളരെ വളരെ സന്തോഷം. എനിക്കും നിങ്ങൾക്ക് വളരെ വളരെ സന്തോഷം തരുന്നൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് ഷെൽട്ടറിന് കൊടുക്കാനുള്ള ബാലൻസ് നമുക്ക് ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു, അത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ട് കേട്ടോ, ഇതിനു വേണ്ടി സഹായിച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ത്യയുടെ പുറത്തുമായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലുള്ളവർ തന്നെയാണ് കേട്ടോ. എൻ്റെ ശരിക്കും പറയാൻ നിങ്ങളൊക്കെ എൻ്റെ ഒരു ദൈവമാണെന്ന് പറയാം. അത്രയ്ക്ക് എനിക്ക് സങ്കടം തോന്നിയ ഒരു അവസ്ഥയിൽ എന്നെ സഹായിച്ചവരാണ്. അതിന് സഹായിച്ചവരെന്ന് പറഞ്ഞാൽ ഓരോ അമ്മമാരുടെ വാക്ക് കേൾക്കുമ്പോഴേക്ക് ശരിക്കും പറയാനാണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ശരിക്കും ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളാണ്. ജോലിക്ക് പോകാത്ത ആൾക്കാർ വരെ എന്നെ സഹായിച്ചിട്ടുണ്ട്. കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരും ചില പിള്ളേരൊക്കെ എൻ്റെ സഹോദരിമാരൊക്കെയാണ്, ചേച്ചി എനിക്ക് ജോലി കിട്ടിയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ ഒരു അവസ്ഥകളാണ്. കാര്യം എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പൈസ ചോദിക്കാൻ എനിക്ക് വളരെ സങ്കടമാണ്. കാര്യം എന്താണെന്ന് നമുക്കറിയാം. ഞാനും ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് ബാംഗ്ലൂരിൽ പഠിച്ച് പിന്നെ ഞാൻ ജോലിയൊക്കെ മേടിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് 1 രൂപയുടെ വില എനിക്കറിയാം. അപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. എന്നാലും ഓരോ അമ്മമാർ പറയും, മോളെ എനിക്ക് ഈ പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് വേണം, അടുത്ത പ്രാവശ്യം തരാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് എനിക്ക് വേറെ വഴിയുണ്ടോ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഷോർട്ട് നോട്ട് പീരീഡൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് പണി പറ്റിപ്പോയത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു. നമ്മളും ഈ വീട് നമ്മൾ ലോൺ എടുത്താണ് ഇരുന്നത്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സാലറി അതിനൊരു എമൗണ്ട് പോകും. പിന്നെ പട്ടികളുടെ കാര്യം, പിന്നെ വീട്ടിലത്തെ കാര്യം, അങ്ങനെ കറണ്ട് വെള്ളം എല്ലാം അങ്ങനത്തെ കാര്യത്തിൽ പെട്ടെന്ന് നമുക്ക് ഒരു എമൗണ്ട് എടുക്കാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് പെട്ടെന്ന് പട്ടികളെ കൊണ്ട് കളയണം, ഇല്ല വെച്ചാൽ മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് പുറത്ത് പോയിട്ട് നമുക്ക് ഷെൽട്ടർ എടുക്കേണ്ടി വന്നത്. അങ്ങനെ എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കൊണ്ട് പണയം വെച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടത്തൊക്കെ കടം ചോദിച്ച് അങ്ങനെ 5 ലക്ഷം റുപ്യ ഉണ്ടാക്കി നമ്മൾ ലീസിന് കൊണ്ടു കൊടുത്തു. അവിടെ നമുക്ക് പണി കിട്ടി. കാര്യം കറണ്ട് വെള്ളം എടുത്ത് തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമായി. നമ്മളോട് എല്ലാം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മളിതൊക്കെ കണക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് ഫെൻസ് കറണ്ടൊക്കെ എടുത്ത് പിന്നെ കുഞ്ഞുങ്ങളുടെ ഇതൊക്കെ എടുത്ത് വരുമ്പോൾ നമുക്കൊരു വലിയൊരു എമൗണ്ട് ആവും. അപ്പോൾ നമുക്കിതെല്ലാം കൂടി 10-12 ലക്ഷം റുപ്യയുടെ അടുത്ത് പോയി നിൽക്കും. അപ്പോൾ നമുക്കിതൊന്നും താങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പൈസ തിരിച്ചു ചോദിച്ചു. അങ്ങനെ കംപ്ലയിൻറ്റ് വരെ കൊടുത്ത് പോലീസ് ഫൈനലി നമുക്ക് ഫുൾ എമൗണ്ട് തിരിച്ച് മേടിച്ച് തന്നു കേട്ടോ, പട്ടിയുടെ ആയിരുന്നു. പക്ഷേ നമുക്കൊരു മൈനസ് പറ്റി ബ്രോക്കറിന് പൈസ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ആ പൈസയൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ അന്വേഷിച്ച് നടന്നപ്പോൾ ഈ സ്ഥലം കിട്ടി. അങ്ങനെ നമുക്ക് എങ്ങനെയെങ്കിലും മക്കളെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന ആ എമൗണ്ട് അതേപടി നമ്മൾ ലീസിന് കൊടുത്തു. അങ്ങനെ അഗ്രിമെൻറ്റ് ചെയ്തു. പിന്നെ ബാക്കി 3 ലക്ഷം റുപ്യ ഉണ്ട്. അങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കേണ്ടി വന്നത്. അങ്ങനെ ഒരുപാട് പേര് സഹായിച്ചു. എൻ്റെ ഹൃദയത്തിൽ നിന്നല്ല കർത്താവ്, ഞാൻ കൈകൂപ്പി നിങ്ങളോട് നന്ദി പറയുന്നു. അത്രമാത്രം നിങ്ങൾ എന്നെ സഹായിച്ചു. ഞാൻ ബാംഗ്ലൂരിലായിരുന്നിട്ട് പോലും ഓരോ ആൾക്കാരും എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിന് വളരെ നന്ദി. അപ്പോൾ നമുക്ക് ബാലൻസ് എമൗണ്ട് വന്നതെന്ന് പറയുമ്പോഴേക്കും ഇയർലി നമുക്ക് 1,68,000 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ലക്ഷം റുപ്യ എനിക്കൊരു പേഴ്സണൽ ലോൺ കിട്ടി. അങ്ങനെ നമുക്ക് അതെല്ലാം കൊടുക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ നമ്മളിത് 15-ാം തീയതി പിള്ളേരുടെ ബാക്കി എമൗണ്ട് നമ്മൾ കൊടുക്കുവാണ്. ഭയങ്കര സന്തോഷമാണ്. എന്നെ സഹായിച്ച് എല്ലാവർക്കും, അവർ നിങ്ങളുടെ കുടുംബത്തിനായാലും എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. ഇനി ആരും എനിക്ക് കാശ് അയക്കണ്ട കേട്ടോ. ഞാൻ പറയുന്നവരെ ഒരാളും എന്നെ ഇനി കാശ് അയക്കണ്ട കേട്ടോ. ഒരുപാട് നന്ദി.